അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ നാം നമ്മുടെ മാതാപിതാക്കളെക്കാൾ, ഭാര്യ മക്കളെക്കാൾ, മറ്റെല്ലാ മനുഷ്യരെക്കാൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കാതെ നാം ആരും പരിപൂർണ വിശ്വാസിയാകുകയില്ല. ലോകത്തിന്റെ പ്രവാചക പൂമേനി തങ്ങളെ തന്റെ ഭാര്യയെക്കാൾ, തന്റെ മക്കളെക്കാൾ, തന്റെ കുടുംബങ്ങളെക്കാൾ സ്നേഹിച്ച ഒരു യോദ്ധാവിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഞാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. ബിസ്മിയും ഹംദാൽ കഥ തുടങ്ങിയിടട്ടെ. ബഹുവന്യ നബിയോരിൽ സ്വലാത്തോദട്ടെ. ഉശിരിച്ച സഹാബി തൻ കഥ പാടി പറയാം. ഉടയോന്റെ സഹായത്തിന് ഇവൻ തേടി തുടങ്ങാം. ഉശിരിച്ച സഹാബി തൻ കഥ പാടി പറയാം. ഉടയോന്റെ സഹായത്തിന് ഇവൻ തേടി തുടങ്ങാം. ഇരു കൈകൾ ഇവൻ നീട്ടി ദുആ ചെയ്യുന്നു. ഇതും നാദ കബൂലാക്കി തുണച്ചിടണേ. അത്തറിന്റെ മണം വീശുന്ന മണിയറ, സുന്ദരിയായ ഭാര്യ ജമീല ആദ്യ രാത്രിയുടെ ആലസ്യത്തിൽ മയങ്ങുമ്പോൾ പെടുന്നനെ ഒരു ഉൾക്കിടിലം. യാ സുഹാബി ജാഹിദു ഫീ സബീലില്ലാഹ്. ഓ സഹാബികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവീൻ. ഈ വിളംബരം ആ പുതുമാരന്റെ കാതിൽ ഇടിത്തി പോലെ വന്ന് ഭവിച്ചു. അദ്ദേഹം തരിച്ചുപോയി. താനിവിടെ മധുവിധുവിന്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി മാറി നിൽക്കണം, അതോ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം യുദ്ധത്തിന് പോകണം? എന്നാൽ ആരായിരുന്നു ആ ധർമ്മപടൻ? ഹല്ലലായ ധീരനായ സ്വഹാബി, അഭിവന്യ റസൂലിന്റെ പ്രിയ സ്വഹാബി. മധുവിധു സുദീനത്തിൽ പ്രഥമ രാത്രി, മണിയാര തെന്നിൽ നിന്നും കേട്ടു ആ വീണി. അതെ, അത് മറ്റാരുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി വര്യൻ ഹംദലത്ത് റളിയല്ലാഹു അൻഹു. ബദറിൽ ഏറ്റ കനത്ത പരാജയത്തിന് പകരം വീട്ടാൻ ഖുറൈശികൾ 3000 സൈന്യങ്ങളുമായി ഉഹുദിലേക്ക് ഇതാ പുറപ്പെട്ടിരിക്കുന്നു. ഉഹദ് മലയുടെ തായ്വരം അവർ നിരന്നിരിക്കുന്നു. ഇല്ല, ഇനിയും ഒരു പരാജയം അവർക്ക് താങ്ങാനാവുന്നില്ല. മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരെയും ഉഹദിൽ വെച്ച് തകർത്തെറിയണം. ഖുറൈശികൾ സർവ്വസന്നാഹങ്ങളോടെ നിരന്നിരിക്കുന്നു. ഈ അവസരത്തിലാണ് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ വെളിയാളം, സഹാബികളെ യുദ്ധത്തിന് തയ്യാറാവുക. എന്നാൽ ഹംദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മുത്ത് റസൂലിന്റെ വിളി കേട്ട ഹംദല മുത്ത് ബീവിയോരെ നോക്കി പൊന്നും ഹംദല. മുത്ത് റസൂലിന്റെ വിളി കേട്ട ഹംദല മുത്ത് ബീവിയോരെ നോക്കി പൊന്നും ഹംദല. എന്റെ മണവാട്ടി പെണ്ണല്ല നീ, എന്റെ മാണിക്ക കല്ലല്ല നീ. എന്റെ മണവാട്ടി പെണ്ണല്ല നീ, എന്റെ മാണിക്ക കല്ലല്ല നീ. മുത്ത് റസൂലിന്റെ വിളി കേട്ട ഹംദല മുത്ത് ബീവിയോരെ നോക്കി പൊന്നും ഹംദല. മണവിയൊത്ത് ഞാൻ ഇന്ന് കൂടിയിടണോ, മലർമെത്താവിരിച്ച് സുഖിച്ചിടണോ. മണവിയൊത്ത് ഞാൻ ഇന്ന് കൂടിയിടണോ, മലർമെത്താവിരിച്ച് സുഖിച്ചിടണോ. മഹമൂദിൻ കൂടെ പോകണോ, മല ഉഹുദിൻ താഴെ അണയണോ.
ഹൻദലത്ത് റളിയല്ലാഹു അൻഹു വേഗം മണിയറയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ മധുവിധുവിന്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി മാറി നിൽക്കണം, അതോ യുദ്ധക്കളത്തിലേക്ക് പോകണോ? ഇല്ല, എനിക്ക് മാറി നിൽക്കാനാവില്ല. ഹൻദലത്ത് റളിയല്ലാഹു തആല അൻഹു പടവാൾ കയ്യിലെടുത്തു തന്റെ മണവാട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ പുതുനാരി ജമീല സ്നേഹോഷ്മളമായ ചോദ്യം, പ്രാണനാഥ അങ്ങ് എവിടേക്കാണ്? പ്രിയേ, ഞാൻ യുദ്ധക്കളത്തിലേക്ക്. എന്ത്? നിങ്ങൾ യുദ്ധത്തിന് പോവുകയോ? അതേ പ്രിയേ, നീ കേട്ടില്ലേ മുത്തുനബിയുടെ യുദ്ധ വിളംബരം? ശത്രുക്കൾ ഉഹുദിന്റെ തായ്വാരത്തിൽ തമ്പടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനും ആ പോർക്കളത്തിലേക്ക് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ സങ്കടത്തോടുകൂടെ ജമീല പറഞ്ഞു, എന്റെ പ്രാണനാഥ എന്ന് വിളിച്ചിട്ടവൾ പറയുകയാണ്, മധുവിധുവിൻ നാളിൻ നല്ല മണിയറ തന്നിൽ കൂടുന്നില്ലേ, മണവിയവൾ ബീവി ജമീല മാരനലായി ചെന്നേ. എൻ പ്രിയരെ പോകുകയാണോ, എന്നെയുമൊറ്റേ കാക്കുകയാണോ? എൻ പ്രിയരെ പോകുകയാണോ, എന്നെയുമൊറ്റേ കാക്കുകയാണോ? എന്നു മുര ചെയ്ത് ജമീല മാരനിലായന്നേ. മധുവിധുവിൻ നാളിൻ നല്ല മണിയറ തന്നിൽ കൂടുന്നില്ലേ, മണവിയവൾ ബീവി ജമീല മാരനിലായി ചെന്നേ. പ്രാണനാഥ, ഇന്ന് നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ രാത്രിയല്ല. നിങ്ങൾ എന്നെ തനിച്ചാക്കി പോവുകയാണ്. വാടിയ പനനീർ പോലെ തടർന്നുപോയ ജമീല ഹൻദലത്തിനോട് ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, ഇവിടെ ആരും ഒറ്റക്കല്ല, അള്ളാഹു കൂടെയുണ്ട്. നിന്നെ പിരിഞ്ഞു പോകാം എനിക്കുമുണ്ട് ദുഃഖം. പക്ഷേ ലാ യുഹ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മറ്റെന്തിനേക്കാളും എന്നെ പ്രിയം വെക്കുന്നവരെ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന പ്രവാചക വചനം നീ ഓർക്കുന്നില്ലേ? ശബ്ദം പുറത്തു വരാതെ വിങ്ങിപ്പോയി ജമീല. ഞാൻ ഇന്ന് പടക്കളത്തിലേക്ക് പോകട്ടെ. വിധിയുണ്ടെങ്കിൽ ഇനിയും ഈ മണിയറയിൽ നമുക്ക് ഒരുമിക്കാം, അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാം. ആ പൂങ്കവിളുകളിൽ സ്നേഹമുദ്രകൾ അർപ്പിച്ചുകൊണ്ട് ഹൻദലത്ത് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി പോർക്കളത്തിലേക്ക് പോകുകയാണ്. ഊരിയ പടവാളുമേന്തി നാരിയിൽ സലാമുമോദി ഊക്കിൽ ഹല്ലായിറങ്ങി യാത്രയാകുന്നേ, യാത്രയാകുന്നേ. നാരിബോധമാറ്റുപോയേ മാരരും കുതിച്ചുപോയേ, നാരിബോധമറ്റുപോയേ മാരരും കുതിച്ചുപോയേ. പോർക്കളത്തിൽ മുത്ത് റസൂലിന്റെ സൈന്യത്തിൽ അവരും എത്തി വേഗത്തിൽ. ഊരിയ പടവാളുമേന്തി നാരിയിൽ സലാമുമോദി ഊക്കിൽ അല്ലായിറങ്ങി യാത്രയാകുന്നേ, യാത്രയാകുന്നേ. ദുഃഖം തളം കെട്ടിയ ആ മൂഖമായ അന്തരീക്ഷത്തിൽ ഹൻദലത്ത് റളിയല്ലാഹു തആല വീടിന്റെ പടിയിറങ്ങി. ആ രംഗം കാണാൻ കരുത്തില്ലാതെ ജമീല മണിയറയിൽ വീണുപോയി. ഹൃദിലേക്ക് പോകുന്ന ഹൻദലത്തിന്റെ മനസ്സിൽ ഒരു നിമിഷം തന്റെ മണവാട്ടിയെ കുറിച്ച് ഓർമ്മ വന്നു. നാടത്തിന്റെ മേലാപ്പും പേരി മണിയറയിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവൾ ജമീല. ചിന്തകൾ പടക്കുതിരയെപ്പോലെ ഭൗതിക ചിന്തയിലേക്ക് പാഞ്ഞു കയറുകയാണ്.
ഈ ചിന്ത എന്നെ ദൗർബല്യങ്ങളിലേക്ക് അയക്കുമോ എന്ന് ഹൻദലത്ത് റളിയല്ലാഹു ഭയന്നു. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സ് മരവിച്ചു. അദ്ദേഹം വിറങ്ങലിച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ദുർബലനാവുകയില്ല, ആവുകയും അരുത്. തന്റെ ലക്ഷ്യം ജിഹാദാണ്, ധർമ്മസമരമാണ്, സത്യമാർഗത്തിലേക്കുള്ള പോരാട്ടമാണ്. പെടുന്നനെ ഉറയിൽ നിന്നും വാൾ ഹൻദലത്ത് വലിച്ചൂരി. ഊരിപ്പിടിച്ച വാൾ തലയുടെ പളപളപ്പിൽ ഭൗതികമായ ചിന്തകൾ അറ്ററ്റു വീഴുന്നത് ഹൻദല റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉഹുദിന്റെ വീരിമാറിലേക്ക് ആ ധീരകേസരി കുതിച്ചു. ശക്തമായ പോരാട്ടം തുടങ്ങി. പടക്കളമിൽ പൊടിപ്പാറുന്നേ, ൂക്കിൽ പടവെട്ടി പുതുമാരൻ കേറുന്നേ, തെക്കിബീരിൻ തിരുനാദം മുഴങ്ങുന്നേ, മാരൻ അതുവിനെ തകർത്ത് മുന്നേറുന്നേ. നബിയോരെ സഹാബും പുതുമാരൻ കുതിച്ചു, കൊടുമയലത അടർ കള്ളം വിറച്ചു, പെടുന്നേനെ ഒരു വിട്ട് ഹല്ലാനത്തിൽ പതിച്ചു. നബിയോരെ സഹാബൊപ്പം പുതുമാരൻ കുതിച്ചു, കൊടുമയലത അടർ കള്ളം വിറച്ചു, പെടുന്നേനെ ഒരു വിട്ട് ഹല്ലാനത്തിൽ പതിച്ചു. വേട്ട് പതിച്ച പൂമാരൻ മാറിയുന്നേ, പോർക്കളം തന്നിൽ ശഹീദായി പോകുന്നേ. പടക്കളമിൽ പൊടിപ്പാറുന്നേ, ൂക്കിൽ പടവെട്ടി പുതുമാരൻ കേറുന്നേ, തെക്കിബീരിൻ തിരുനാദം മുഴങ്ങുന്നേ, മാരൻ അതുവിനെ തകർത്ത് മുന്നേറുന്നേ. ഉഹദിന്റെ വീരിമാറിൽ ഘോരമായ പോരാട്ടം. തുടക്കത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ വിജയം, അവസാനം പരാജയം. അന്തരീക്ഷമാകെ പൊടിപടലങ്ങൾ, ആർത്തനാദങ്ങൾ, പരക്കം പാച്ചിലുകൾ, ശത്രുശവങ്ങൾ ഒന്നൊന്നായി വീഴുന്നു. കിംവദന്തികളും അഭ്യൂഹങ്ങളും ആളിപ്പടരുന്നു. ഹൻദലത്ത് റളിയല്ലാഹു അൻഹു ധീരമായി മുന്നേറുന്നു. തന്റെ മുമ്പിലേക്ക് വരുന്ന ശത്രുവിന്റെ തലകൊയ്ത് മുന്നോട്ട് പോകുകയാണ്. പെട്ടെന്ന് പുതുമാരന്റെ നേരെ വരുന്നു ഒരു വെട്ട്. ആ വെട്ടേറ്റ് ഹൻദലത്ത് റളിയല്ലാഹു അൻഹു നിലം പതിച്ചു, ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹൻദലത്ത് റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വമറിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തീർത്തും ഭാഗ്യവാനാണ്. നിത്യമായ മണിയറയിലേക്കാണ് ഈ ഭാഗ്യവാന്റെ യാത്ര. പുതുമണവാട്ടി ജമീലയെ ഈ സന്തോഷ വാർത്ത അറിയിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ, പുണ്യം കൊയ്യുന്ന പുതുമാരൻ. ഈ മഹാന്റെ ഹക്ക് ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ അദാബിനെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. മരണം വരെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.